ഈ മാസം കുറേ നല്ല സിനിമകൾ റിലീസായിട്ടുണ്ട്. അതൊക്കെ കാണാൻ വരട്ടെ. അടുത്ത മാസം വീണ്ടും സിനിമകൾ റിലീസാവുമല്ലോ. എന്നായാലും ഈ മാസം നമുക്ക് ഫൗണ്ടേഷൻ കാണാം. ഫൗണ്ടേഷന്റെ 3ാമത്തെ സീസൺ. ആദ്യ സീസൺ മുതലേ ഞാൻ പറയുന്ന അതേ കാര്യം തന്നെ റിപ്പീറ്റ് ആയി പറയുന്നു. ഇപ്പോഴും സീരീസുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീരീസ് ഇത് തന്നെയാണ്. ഗെയിൽ ഡോണിക്കിന്റെ ഹോം പ്ലാനറ്റ് ആയിട്ടുള്ള സിനാക്സിൽ നിന്ന് പുള്ളിക്കാരി ട്രാൻഡറിലേക്ക് പോകാൻ കാരണമാവുന്ന സംഭവങ്ങൾ, ആ സമയത്ത് പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ റെസ്പോൺസ്, അതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഈ ചാനൽ കാണുന്ന ഒരുപാട് പേര് എന്നെ പോലെ ചിന്തിക്കുന്നവരുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നമ്മൾ പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ ഗെയിലിന് ഈ കഥയിൽ സംഭവിക്കുന്ന പോലെയൊക്കെ റിയാലിറ്റി മനസ്സിലാക്കി പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായേക്കാം. നമ്മളിൽ പലരും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയവർക്ക് ആ ഒരു അടിപൊളി പീസ് അനുഭവിക്കാൻ പറ്റി എന്നും കരുതുന്നു. പിന്നെ അങ്ങോട്ട് കാണിച്ചിട്ടുള്ള ഗലാക്റ്റിക് എംപയർ, അവരുടെ സിസ്റ്റംസ്, അവർ ഫോളോ ചെയ്യുന്ന റൂൾസ്, റോബോട്ടിക് വാസ്, ജസ്റ്റ് അവിടെ എവിടെയായിട്ട് മെൻഷൻ ചെയ്തു പോകുന്ന റോബോട്ടിക് വാസിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് പോലും നമുക്ക് സംശയം തോന്നിപ്പോൾ. AI, റോബോട്ടിക്സ്, ഇതിലേക്കൊക്കെ വരുമ്പോൾ കുറേയധികം നിയമങ്ങൾ അവിടെ സെറ്റ് ചെയ്യും. ഒരിക്കലും മനുഷ്യന് ഹാനികരമാവുന്ന രീതിയിൽ ഇവ പ്രവർത്തിക്കരുത്. എന്നാൽ ഈ നിയമങ്ങൾ തന്നെ മനുഷ്യന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നു. അത് ഡെമേഴ്സിൽ പ്രത്യേകം ഈ ഒരു സീസണിൽ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത നിയമങ്ങൾ തന്നെ നമുക്ക് വെല്ലുവിളിയാവുന്ന അവസ്ഥ. ഒരു റോബോട്ടിന് പോലും അതിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുമ്പോൾ മനുഷ്യനെ അറ്റാക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. നമ്മളെയൊക്കെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് മേലെ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ വില്ലില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകം ഇതുപോലെ ആവില്ല എന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഒരുപാട് ചിന്തിക്കാനുള്ള, ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന അത്ര അടിപൊളി സീരീസാണിത്. ഇപ്പോഴും കണ്ടു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. സീരീസ് കണ്ടു നോക്കാം. ആദ്യ 2 സീസണുകളുടെ എക്സ്പ്ലനേഷന്റെ ലിങ്ക്, പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഉൾപ്പെടെ എല്ലാ എക്സ്പ്ലനേഷൻ വീഡിയോസിന്റെയും ലിങ്ക് എപ്പിസോഡ് വൈസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പിസോഡ് ബൈ എപ്പിസോഡ് കാണാൻ താല്പര്യമില്ല, ഒരു 4, 3, 7 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സീസൺ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് കമന്റ്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. കമന്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഒരു കാര്യം കൂടി, കമന്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് എത്ര നാൾ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പുതിയതായിട്ട് വരാൻ പോകുന്ന പോളിസിയിലെ ചേഞ്ചസ്, കുറേ റൂമേഴ്സ് ഉണ്ട്. ആ റൂമേഴ്സ് ഒക്കെ സത്യമാണെങ്കിൽ മേ ബി ആ വീഡിയോസ് റിമൂവ് ചെയ്യേണ്ടി വന്നേക്കാം. യൂട്യൂബിന് ഞാൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അവരുടെ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാലേ തീരുമാനം എടുക്കും. അപ്പോൾ അതുപോലെ ആദ്യ 2 സീസൺ പോലെ തന്നെ തുടക്കമൊക്കെ വേൾഡ് ബിൽഡിംഗ് ആണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഒരു സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ നൂറ്റാണ്ടുകളുടെ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ ആര് എന്ത് എന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് എപ്പിസോഡിലേക്ക് എത്തുമ്പോഴാണ് ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും ഫസ്റ്റ് 2 സീസൺ കണ്ടപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കൊന്നും ആയിരിക്കില്ല. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും പിന്നെ അങ്ങോട്ട് തിളങ്ങാൻ പോകുന്നത്. ചില സിറ്റുവേഷൻസിൽ ഫൗണ്ടേഷന്റെ ക്രൈസിസ് ഭയങ്കര മോശമാവും. ചിലപ്പോൾ ലാസ്റ്റ് സീസണിലൊക്കെ സംഭവിച്ച പോലെ ഒരൊറ്റ തീരുമാനത്തിൽ ടോട്ടൽ ഔട്ട്കമിനെ തന്നെ ചേഞ്ച് ചെയ്തെന്നിരിക്കാം. ഇൻട്രോ കുറച്ചധികം നീണ്ടുപോയി. ഇനിയും പറഞ്ഞ് നീട്ടുന്നില്ല, കഥയിലേക്ക് കിടക്കാം. ഏതാണ്ട് കഴിഞ്ഞ 300 വർഷമായി ജീവനോടിയിരിക്കുന്ന ഗെയിൽ ഡോണിക്കിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് ഈ സീസൺ തുടങ്ങുന്നത്. കാലാകാലങ്ങളോളം ജീവിച്ചിരിക്കുകയാണെങ്കിൽ സമയത്തെ പോലും ഒരു ആയുധമായി യൂസ് ചെയ്യാൻ പറ്റും. സൈക്കോ ഹിസ്റ്ററിയിലൂടെ പ്രവചിക്കപ്പെട്ട പോലെ എംപയറിന്റെ തകർച്ചയും ഫൗണ്ടേഷന്റെ ഉയർച്ചയും പ്രവചിക്കപ്പെട്ടതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് നടക്കുന്നത് നമ്മുടെ ഗെയിലിന് കാണാൻ പറ്റി. ഫൗണ്ടേഷന്റെ 2ാമത്തെ ക്രൈസിസ് കഴിഞ്ഞ് 152 വർഷമായി. ഈ കാലയളവിൽ നമ്മുടെ ഗെയിൽ ഡോണിക്കും ഹാരി സെൽഡനും ക്രയോ സ്ലീപ്പിലായിരുന്നു. 152 വർഷത്തെ കഠിന ശ്രമത്തിന്റെ ഫലമായി ടെർമിനസിലുള്ള ഫൗണ്ടേഷൻ കുറേയധികം എക്സ്പാൻഡ് ആയി. ഔട്ടർ റീച്ചിലുള്ള ഒരുപാട് പ്ലാനറ്റ്സുകൾ ഫൗണ്ടേഷനോടൊപ്പം ജോയിൻ ചെയ്തു. ഇത്രയധികം പ്ലാനറ്റ്സുകൾ ഫൗണ്ടേഷനോടൊപ്പം ജോയിൻ ചെയ്തതിന് കാരണം ഫൗണ്ടേഷൻ ഒരു മതം എന്ന രീതിയിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. റിലീജിയൻ, വിശ്വാസം, മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ദൈവത്തെ കൊണ്ട് പ്ലേസ് ചെയ്യുക. എക്സാക്ട്ലി അത് തന്നെയാണ് ഫൗണ്ടേഷനും ചെയ്തത്. ഹാരി സെൽഡനെ ദൈവമായി പ്രൊജക്ട് ചെയ്തു. അത്ര അങ്ങോട്ട് അഡ്വാൻസ്ഡ് അല്ലാത്തതും എംപേഴ്സ് ഒരുപാട് കാര്യങ്ങളിൽ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരുപാട് പ്ലാനറ്റ്സുകൾ ഫൗണ്ടേഷനൊപ്പം ജോയിൻ ചെയ്തു. മുമ്പ് 10,000-ലധികം പ്ലാനറ്റ്സ് കൺട്രോൾ ചെയ്തിരുന്ന എംപയറിന്റെ കൺട്രോളിൽ ഇപ്പോൾ മിഡിൽ ബാൻഡ് വരെയുള്ള പ്ലാനറ്റ്സേ ഉള്ളൂ. ഏതാണ്ട് 6,000-ഓളം അവർ ചുരുങ്ങി. ഒരുപാട് പ്ലാനറ്റ്സുകൾ ഫൗണ്ടേഷനെ പറ്റി മനസ്സിലാക്കി ഫൗണ്ടേഷന്റെ ഭാഗമായി. ഇതിൽ 2ലും ഉൾപ്പെടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം ഭരണം പ്രഖ്യാപിച്ചിട്ടുള്ള പ്ലാനറ്റുകളുമുണ്ട്. ഒരു കാലത്ത് എംപയറിന്റെ കൺട്രോളിലായിരുന്ന മിഡിൽ ബാൻഡിനുള്ളിലാണെങ്കിലും ബൗണ്ടറിയോട് ചേർന്നുള്ള ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്ലാനറ്റാണ് ക്യാൽഗൻ. ഇങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് പ്ലാനറ്റ്സിനെയും തങ്ങളിലേക്ക് ചേർത്ത് എംപയറിനേക്കാൾ സ്ട്രോങ് ആയി മാറുക എന്നുള്ളതാണല്ലോ ഫൗണ്ടേഷന്റെ ഉദ്ദേശം. ഗാലക്സിയിലെ ഏറ്റവും വലിയ ഫോഴ്സ് ആയി മാറിയെങ്കിൽ മാത്രമേ ഹാരി സെൽഡൻ പ്രവചിച്ച ആ ഒരു മഹാദുരന്തത്തിൽ നിന്നും ലോകത്തെ മുഴുവൻ, ഗാലക്സിയെ മുഴുവൻ രക്ഷിക്കാൻ സാധിക്കൂ. മിഡിൽ ബാൻഡിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനറ്റാണ് ക്യാൽഗൻ എന്ന് പറയാം. ഫൗണ്ടേഷനോ എംപയറോ ആരാണോ ക്യാൽഗനെ കൺട്രോളിലാക്കുന്നത്, മിഡിൽ ബാൻഡിലുള്ള ബാക്കി പ്ലാനറ്റ്സും ക്യാൽഗനെ ഫോളോ ചെയ്ത് അവരുടെ കൺട്രോളിലാവും. വിച്ച് മീൻസ് ക്യാൽഗൻ ഫൗണ്ടേഷനോട് ജോയിൻ ചെയ്താൽ ഗാലക്സിയിലെ ഏറ്റവും വലിയ ഫോഴ്സായി മാറാൻ ഫൗണ്ടേഷന് സാധിക്കും. ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ക്യാൽഗൻ പ്ലാനറ്റിനെ പറ്റി ഫൗണ്ടേഷനും എംപയറിനും മാത്രമല്ല അറിയാവുന്നത്. 182 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗെയിലിന്റെ സ്വപ്നങ്ങളിൽ വന്ന്, അവളുടെ വിഷൻസിൽ വന്ന് അവളെ ഭീഷണിപ്പെടുത്തി വരുത്തുന്നുണ്ടല്ലോ. ഫൗണ്ടേഷൻ നേരിടാൻ പോകുന്ന 3rd ക്രൈസിസ് എന്ന് ഇവർ വിചാരിക്കുന്ന ദ മ്യൂൾ, ഗെയിലിനെ പോലെ, സാൽവോറിനെ പോലെ, ഇഗ്നിസ് പ്ലാനറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫൗണ്ടേഷനിലുള്ള മെമ്പേഴ്സിനെ പോലെ സൈക്കിക് പവേഴ്സ് ഉള്ള മെന്റാലിക്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ് ഇവർ. സാധാരണ ഹ്യൂമൻസിനില്ലാത്ത കുറച്ച് എക്സ്ട്രാ കഴിവുകൾ ഇവർക്കുണ്ടാവും. ആദ്യ സീസൺ മുതലേ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഗെയിലിന് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായി സ്പേസ് ബെൻഡ് ചെയ്ത് ഇമ്പീരിയൽ സ്പേസ്ഷിപ്പിൽ ജമ്പ് ചെയ്തപ്പോൾ അവൾക്ക് അവളുടെ കണ്ണ് തുറക്കാനും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. ജനറ്റിക്കലി മോഡിഫൈഡ് റോബോട്ട്സിന് മാത്രമേ അതുവരെ സ്പേസ് ബെൻഡ് ആവുന്ന സമയത്ത് ഉണർന്നിരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നെങ്കിലും നമ്മുടെ ഗെയിൽ ഡോണിക്കിന്റെ പ്രത്യേക പവേഴ്സ് യൂസ് ചെയ്ത് പുള്ളിക്കാരിക്കും ആ സമയത്ത് ഉണർന്നിരിക്കാൻ സാധിച്ചിരുന്നു. ഗെയിലിന്റെ മകളായ സാൽവോർ ഹാർഡിനും ഇതിനോട് സിമിലർ ആയിട്ടുള്ള മെന്റാലിക് പവേഴ്സ് ഉണ്ടായിരുന്നു. മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള മെന്റാലിക്കിന് പോലും നമ്മുടെ സാൽവോർ ഹാർഡിനെ
കൺട്രോൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. എന്തിനേറെ ടെർമിനസിലുള്ള ഹാരി സെൽഡന്റെ വോൾട്ട്, ആ വോൾട്ടിന്റെ നൾ ഫീൽഡ് അഫക്ട് ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി സാൽവോർ ഹാർഡിൻ മാത്രമായിരുന്നു. ഇവരെ പോലൊക്കെ തന്നെ മ്യൂളിനും കുറെ മെന്റാലിക് പവേഴ്സ് ഉണ്ട്. മറ്റൊരാളുടെ ഇമോഷൻസിനെ ഓൾട്ടർ ചെയ്യാനും മൈൻഡ് കൺട്രോൾ ചെയ്യാനും ഒക്കെ അവനും സാധിക്കും. ഇപ്പോൾ അവൻ കാൽഗൻ പ്ലാനറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി കാൽഗൻ പ്ലാനറ്റിന്റെ ആർച്ച് ഡ്യൂക്ക് ബെല്ലേറിയന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തു. ആർച്ച് ഡ്യൂക്ക് ബെല്ലേറിയൻ മ്യൂളിനെ നേരിടാൻ വലിയൊരു സൈന്യവുമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും മ്യൂൾ ഒറ്റയ്ക്ക് ഒരു ആയുധം പോലും കരുതാതെയാണ് അവരുടെ മുന്നിൽ വരുന്നത്. ബിക്കോസ് അവനെ എതിർക്കാൻ വന്നിരിക്കുന്ന ഇവരെല്ലാം സാധാരണ മനുഷ്യരാണ്. മ്യൂൾ അങ്ങനെയല്ല, അവനൊരു മെന്റാലിക്കാണ്. ഗാലക്സിയിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മെന്റാലിക്സിൽ ഒരാൾ. ആർച്ച് ഡ്യൂക്ക് ബെല്ലേറിയൻ, നിങ്ങളുടെ മകൾ എന്റെ കയ്യിലുണ്ട്. എനിക്കൊരല്പം പിടിവാശി കൂടുതലാണേ. കൊച്ചിനെ ജീവനോടെ വേണമെങ്കിൽ കാൽഗൻ സറണ്ടർ ചെയ്തേക്ക്. നിങ്ങളുടെ പുതിയ വാർലോടായി എന്നെ തിരഞ്ഞെടുത്താൽ മതി. പ്രശ്നം സോൾവ്. ആഹാ, ഇത്രേ ഉള്ളോ? നിസ്സാര കാര്യമാണല്ലോ പറയുന്നേ. വെൽ, നിനക്കറിയത്തില്ല, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. കാൽഗൻ ഒരു ഇൻഡിപെൻഡന്റ് പ്ലാനറ്റ് ആണ്. ഇമ്പീരിയത്തിന്റെയും ഫൗണ്ടേഷന്റെയും പാർട്ടല്ല ഞങ്ങൾ. ആരെങ്കിലും ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വരും. അതിപ്പോൾ നിന്നെ പോലെ ഒരു പൈററ്റ് ആണെങ്കിലും ഇമ്പീരിയൽ ഫോഴ്സസ് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും. ഓ, അങ്ങനെയാണോ ആർച്ച് ഡ്യൂക്ക്? ആക്ച്വലി എന്റെ പ്ലാൻ നിങ്ങളെ മാത്രം കൺട്രോൾ ചെയ്യല്ല. നിങ്ങൾ ആ പറഞ്ഞ ഇമ്പീരിയവും ഫൗണ്ടേഷനും എല്ലാം കൺട്രോൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തിരി വലിയ സ്വപ്നമാണെന്നേ. ഒരു ഗാലക്സി മുഴുവൻ സ്വന്തമാക്കിയിട്ടേ ഞാൻ നിർത്തൂ. ഇവനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ആയുധം പോലും ഇല്ലാതെ ഇവിടെ വന്നിങ്ങനെ ഡയലോഗ് അടിക്കുന്നതൊക്കെ കേട്ടാ കിളി പോയവനാണെന്നേ ആർക്കും തോന്നും. സ്വന്തമായി വലിയ ഒരു ആർമി ഉണ്ടെങ്കിൽ തന്നെ ഗാലക്സി മുഴുവൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നിട്ടും മ്യൂൾ ഇത്ര കോൺഫിഡന്റ് ആയി സംസാരിക്കുന്നു. അതിന്റെ ഒരേ ഒരു കാരണം മ്യൂൾ ഒരു മെന്റാലിക്കാണ് എന്നുള്ളതാണ്. നിമിഷ നേരം കൊണ്ട് ആർച്ച് ഡ്യൂക്ക് ബെലേറിയന്റെ ആർമിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അവൻ കൺട്രോളിലാക്കി. അവരുടെ ഇമോഷൻസിനെ ഓൾട്ടർ ചെയ്ത് അവരെ പരസ്പരം അടിപ്പിച്ചു. ഒടുക്കം ആർച്ച് ഡ്യൂക്ക് ബെല്ലേറിയൻ മാത്രം ബാക്കിയായി. ബെല്ലേറിയൻ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നേ. എന്നെ കാൽഗന്റെ സർവാധികാരം ഏൽപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ കൈ കിടക്കുന്ന സിഗ്നറ്റ് റിംഗ് തന്നേ. ബെല്ലേറിയൻ റിംഗ് ഊരാൻ ശ്രമിച്ചപ്പോൾ അത് ടൈറ്റ് ആണ്, ഊരി വരുന്നില്ല. എന്ത് പറ്റി? ടൈറ്റ് ആണോ? കുഴപ്പമില്ല, വിരളം കടിച്ചു മുറിച്ചോ. മുഴുവനായിട്ട് മ്യൂളിന്റെ കൺട്രോളിലായ ബെലേറിയൻ അത്രയും വേദന സഹിച്ച് അദ്ദേഹം തന്നെ വിരൽ കടിച്ച് മുറിച്ച് റിംഗ് ഊരി ഇവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് സ്വയം തലയ്ക്ക് ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്തു. ആക്ച്വലി ആത്മഹത്യയല്ല, കൊലപാതകമാണ്. മ്യൂൾ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ കൊന്നതാണ്. 182 വർഷങ്ങൾക്ക് മുമ്പ് ഗാലക്സിയിൽ സ്പേസേഴ്സിന്റെ കൺട്രോൾ എംബേഴ്സിനായിരുന്നല്ലോ. ഹ്യൂമൻസിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് സ്പേസേഴ്സ് ആക്കി മാറ്റി അവരെ ഉപയോഗിച്ച് ജംഷിപ്പുകളിലൂടെ ഗാലക്സിയുടെ പല ഭാഗത്തേക്കും എംബേഴ്സിന് വേണ്ടപ്പെട്ടവരും ട്രാവൽ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ജംഷിപ്പുകൾ എംബേഴ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഫാസ്റ്റർ ആയിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ജംഷിപ്പുകൾ ഗാലക്സിയെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ എംബേഴ്സിനെ ഒത്തിരി സഹായിച്ചിരുന്നു. എന്നാൽ സ്പേസേഴ്സിന് മേലുള്ള ആധിപത്യം എംബേഴ്സിന് നഷ്ടപ്പെട്ടതോടെ ജം ഗേറ്റുകൾ യൂസ് ചെയ്യാൻ എംബേഴ്സ് നിർബന്ധിതരായി. പ്രോസ്പെറോ പോലെയുള്ള ജം ഗേറ്റുകളാണ് നിലവിൽ അവർ യൂസ് ചെയ്യുന്നത്. ജംഷിപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പവർഫുൾ അല്ല. ഒരു ഫിക്സഡ് ഏരിയയിൽ സ്ഥിതി ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ പ്രെഡിക്റ്റബിൾ ആണ്. മുമ്പ് എംബേഴ്സ് ഗാലക്സിയെ മുഴുവൻ നിഷ്പ്രയാസം കൺട്രോൾ ചെയ്തിരുന്ന പോലെ ഇപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാന റീസൺ ഇത് തന്നെയാണ്. മുമ്പൊക്കെ സർവ്വാധികാരവും ക്ലിയോണിക് ഡൈനസ്റ്റിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. സെന്റർ ഓഫ് പവർ ഒരുപാട് മാറി. ക്ലിയോണിക് ഡൈനസ്റ്റി പോലെ തന്നെ ഗലാക്ടിക് കൗൺസിലിന് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഗലാക്ടിക് കൗൺസിലിന്റെ പെർമിഷൻ ഇല്ലാതെ എംബേഴ്സിന് പോലും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ ഓരോ ക്ലിയോൺസും അവരോട് സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. താനായിരിക്കുമോ അവസാനത്തെ ക്ലിയോൺ? തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫൗണ്ടേഷൻ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഹാരി സെൽഡൻ പ്രവചിച്ച പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലിയോൺ ഫസ്റ്റിലൂടെ തുടങ്ങിയ ക്ലിയോണിക് ഡൈനസ്റ്റി അധികാരം ഈ ക്ലോൺസിലൂടെ ഇങ്ങനെ കൈമാറി പോകുന്ന അധികാരം അവസാനിക്കാറായോ എന്ന് ഇവർക്ക് തോന്നി തുടങ്ങി. ഫൗണ്ടേഷൻ നേരിടാൻ പോകുന്ന അടുത്ത ക്രൈസിസിനെ പറ്റി നമ്മുടെ ഡെമേഴ്സൽ പ്രൈം റേഡിയനിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതെന്താണ്, എവിടുന്നാണ് ക്രൈസിസ് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ക്രൈസിസ് വരാനുണ്ട്, അതിനെ അതിജീവിച്ച് ഫൗണ്ടേഷന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതെങ്ങനെ ഗലാക്ടിക് എംപയറിനെ ബാധിക്കും, ക്ലിയോണിക് സിസ്റ്റത്തെ ബാധിക്കും, ട്രാൻഡറിനെയോ ഗലാക്ടിക് കൗൺസിലിനെയോ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ഇപ്പോൾ ഡോൺ എംപയറും ഡെമേഴ്സലും ഒക്കെ കൂടി ഗലാക്ടിക് കൗൺസിൽ മീറ്റിംഗിന് ചെല്ലുവാണ്. ക്ലാരിയോൺ സ്റ്റേഷൻ എംപയറിന് ഇത്ര അധികാരമുള്ള സ്ഥലമായിരുന്നിട്ട് കൂടി, ഗലാക്ടിക് കൗൺസിലിന്റെ സെന്റർ ആയിരുന്നിട്ട് കൂടി നമ്മുടെ ഡോൺ എംപയറിനെതിരെ ഒരുപാട് പ്രതിഷേധക്കാർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ചിലർ അദ്ദേഹത്തെ ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എംപയറിന് നാനോ ബോർഡ്സും മറ്റ് സേഫ്റ്റി എക്യുപ്മെന്റ്സും ഒക്കെ ഉള്ളതുകൊണ്ടൊന്നും പറ്റിയില്ല. ഗാലക്സി അഫക്ട് ചെയ്യുന്ന എന്ത് തീരുമാനം എടുക്കണമെങ്കിലും എംബേസിന് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് എന്തിനും ഈ കൗൺസിലിന്റെ അപ്രൂവൽ കൂടി വേണം. ഇപ്പോഴത്തെ ഡോൺ എംപയർ ഏതാണ്ട് ഒരു 10 ദിവസത്തേക്ക് കൂടി ഡോൺ എംപയർ ആയിരിക്കും. അതിനുശേഷം ഇദ്ദേഹം ഡേ ആകും. എംപേഴ്സിൽ സെൻട്രൽ ത്രോൺ കിട്ടും, കൂടുതൽ അധികാരം കിട്ടും. അതുകൊണ്ട് മാത്രം ഇവിടെ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിക്കത്തില്ല. ഈ കൗൺസിലിന്റെയും കൂടെ അപ്രൂവൽ വേണമല്ലോ പല കാര്യങ്ങൾക്കും. എംപയർ ഇപ്പോൾ 6000-ലധികം പ്ലാനറ്റ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ 800ഓളം പ്ലാനറ്റുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ തുടർന്നാൽ വലിയ വെല്ലുവിളിയാണ്. ഫൗണ്ടേഷന്റെ കൺട്രോളിലുള്ള പ്ലാനറ്റ്സിനെ എങ്ങനെയെങ്കിലും എംപേഴ്സിന്റെ കൺട്രോളിലേക്ക് വീണ്ടും എത്തിക്കണം. ഫൗണ്ടേഷൻ കുറച്ചൊക്കെ പ്ലാനറ്റുകളിൽ നിന്ന് അധികം റിസോഴ്സസ് എടുക്കുന്നുണ്ട്. അവരുടെ ക്രോപ്സ് നശിക്കാൻ കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ പ്ലാനറ്റിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് എംപേഴ്സിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതിനോടകം ഓൾറെഡി പല പ്ലാനറ്റ്സിലുള്ള ട്രേഡേഴ്സുമായിട്ട് ഡോൺ എംപയർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. റാൻഡു മാലോ, ലിയാസൺ എന്ന പ്രമുഖ ട്രേഡേഴ്സൊക്കെ എംപയറിനെ സപ്പോർട്ട് ചെയ്യും, ഡോൺ എംപയറിനെ സപ്പോർട്ട് ചെയ്യുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഡോൺ എംപയർ ഇവിടെ പറഞ്ഞ റാൻഡു മാലോ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഒരാളെ ഓർമ്മ വന്നിട്ടുണ്ടാവും, നമ്മുടെ ഹോബർ മാലോയെ. യെസ്, ആ ഹോബർ മാലോയുടെ ഡിസെൻഡന്റ് ആണ് ഇവിടെ പറഞ്ഞ റാൻഡു മാലോ. ഹോബറിനെ പോലെ തന്നെ ഒരു ട്രേഡറാണ്. അങ്ങേരെ പോലെ ഉഡായിപ്പ് പരിപാടി ഉണ്ടോ എന്നുള്ള കാര്യം റാൻഡു മാലോനെ പരിചയപ്പെടുമ്പോൾ അറിയാം. ഇപ്പോൾ ഇവിടെ ഡോൺ എംപയറിന്റെ ആവശ്യം ഫൗണ്ടേഷനിൽ നിന്ന് കൂടുതൽ പ്ലാനറ്റുകളെ എംപയറിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ എംപയറിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണല്ലോ. ഇതിൽ ഗലാക്ടിക് കൗൺസിൽ മെമ്പേഴ്സ് വോട്ട് ചെയ്യണം. എന്നാൽ ഇവിടെ വോട്ട് ചെയ്യുന്നതിൽ
ഒരു പ്രശ്നമുണ്ട്. ഡോൺ എംപയർ വന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. സെൻട്രൽ ത്രോണിലിരിക്കുന്ന എംപയർ, അതായത് ഡേ എംപയർ വന്നെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് ഇവിടെയുള്ള പ്രിസൈഡർ പറയുന്നത്. ഓ അങ്ങനെയാണല്ലേ, 10 ദിവസം കഴിഞ്ഞ് ഞാനാവും ഡേ, 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് നമുക്ക് വോട്ടിംഗ് നടത്താം. അന്നേരം നിങ്ങളായിരിക്കില്ല കേട്ടോ പ്രിസൈഡർ, പുതിയ പ്രിസൈഡറിനെയും ചൂസ് ചെയ്യും. അത് വേണ്ടെന്നാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വോട്ട് ചെയ്തേക്ക് എന്ന് പറഞ്ഞിട്ട് എംപയർ തിരികെ പോകുന്നു. തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതായപ്പോൾ പ്രിസൈഡർ എംപയർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഗലാക്ടിക് കൗൺസിൽ മെമ്പേഴ്സിനോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുവാണ്. ഡോൺ എംപയർ നിസ്സാര പുള്ളിയല്ല. കൗൺസിലിലേക്ക് ചെല്ലുന്ന സമയത്ത് ആൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നുണ്ടായിരുന്നല്ലോ, അത് പ്ലാൻ ചെയ്തത് തന്നെ ഡോൺ എംപയർ ആണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എംപേഴ്സ് തങ്ങളുടെ മുന്നിൽ തങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് കൗൺസിൽ മെമ്പേഴ്സിന് ധൈര്യം കൊടുക്കാൻ ഇദ്ദേഹം അവിടെ എത്തണമായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളുണ്ടായാലും ഇദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങളുണ്ടായാലും അവർക്ക് മുന്നിൽ ഇദ്ദേഹം എത്തി അങ്ങനെയൊക്കെ സംസാരിച്ചതുകൊണ്ട് കൗൺസിൽ മെമ്പേഴ്സിന് ധൈര്യമായി. ശേഷം തിരികെ ട്രാൻഡലിലെത്തുന്ന ഡോൺ എംപയർ കാണുന്നത് ഇവിടെ ഡെസ്ക് എംപയർ അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഡെസ്ക് എംപേഴ്സിന്റെ മരണം ഇങ്ങനെ കാണുന്നതാണ്. ഡെസ്ക് എംപയർ ഡാർക്ക്നെസ് എംപയർ ആയി മാറുമ്പോൾ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുമല്ലോ, അദ്ദേഹത്തെ ചാരമാക്കി ഇല്ലാതാക്കുമല്ലോ. ഇദ്ദേഹത്തിനും ഏതാണ്ട് 10 ദിവസം കൂടെ ആയുസുള്ളൂ. 10 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം ഡാർക്ക്നെസ് എംപയർ ആയി മാറും. ഇദ്ദേഹവും ഇതേപോലെ മരിക്കേണ്ടി വരും. തനിക്ക് മുമ്പുണ്ടായിരുന്ന എംപേഴ്സ് ഒക്കെ ഇങ്ങനെ മരണപ്പെട്ടത് കണ്ട് ചിലരുടെയൊക്കെ പേടികളൊക്കെ കണ്ട് ഇദ്ദേഹത്തിനും ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാവുന്നുണ്ട്. എംപയർ ആണെന്ന് പറഞ്ഞാലും മരണത്തെ ഭയം കാണുമല്ലോ. ഇത് അവസാനമാണ്, ഇതിനുശേഷം ഒന്നുമില്ല, ശൂന്യതയാണ് എന്നുള്ള തിരിച്ചറിവുണ്ട് അദ്ദേഹത്തിന്. ഗലാക്ടിക് കൗൺസിലിനെ മീറ്റ് ചെയ്തതും അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഡെസ്ക് എംപയറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡോൺ എംപയറിന് പരിചയമുള്ള ട്രേഡേഴ്സിന്, നമ്മുടെ റാൻഡു മാല ഉൾപ്പെടെയുള്ള ട്രേഡേഴ്സിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാം. എംപയറിന് വേണ്ടി ഫൗണ്ടേഷനുള്ളിൽ കുഴപ്പങ്ങളുണ്ടാക്കി ഫൗണ്ടേഷനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി അവർ നോക്കിക്കോളൂ എന്ന് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ടെർമിനസ് ആണ്, പുതിയ ടെർമിനസ്. ക്ലിയോൺ 17 ഡേ എംപയർ ആയിരുന്ന സമയത്ത് അദ്ദേഹം പഴയ ടെർമിനസ് നശിപ്പിച്ച് കളഞ്ഞിരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഹാരി സെൽഡന്റെ വോട്ട് ടെർമിനസിലുണ്ടായിരുന്ന സകല ആളുകളെയും, നമ്മുടെ ഫൗണ്ടേഷൻ ടീമിലുള്ള സകല ആളുകളെയും സേവ് ചെയ്ത് 3.26 ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള പുതിയ പ്ലാനറ്റിലേക്ക് മാറി. പുതിയ പ്ലാനറ്റ് പുതിയ ടെർമിനസ് ആയി. ഫസ്റ്റ് ഫൗണ്ടേഷൻ റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഏതാണ്ട് 150 വർഷത്തോളമായി ഫസ്റ്റ് ഫൗണ്ടേഷൻ ഇവിടെയാണ്. തുടക്കകാലത്തൊക്കെ നമ്മുടെ ഹോബർമാല ഉൾപ്പെടെയുള്ള ട്രേഡേഴ്സ് ഫൗണ്ടേഷന് വേണ്ടി വർക്ക് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഫൗണ്ടേഷൻ ഒരുപാട് പ്ലാനറ്റിലേക്ക് വ്യാപിക്കുന്നതിനൊക്കെ ഈ ട്രേഡേഴ്സ് ആണ് കാരണമായത്. കാലങ്ങൾ പോകെ ട്രേഡേഴ്സ് കൂടുതൽ പവർഫുൾ ആയി. അവർക്കൊരു അലയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. പൊളിറ്റിക്കലി ഇവർ തമ്മിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. സെൽഡന്റെ പേര് പറഞ്ഞ് ഫൗണ്ടേഷൻ ഓവർ കൺട്രോൾ എടുക്കുന്നു. ഈ ട്രേഡേഴ്സിന് കിട്ടേണ്ട പ്രോഫിറ്റ് ഫൗണ്ടേഷൻ കൊണ്ടുപോകുന്നു. ഗലാക്ടിക് എംപയറിന്റെയും ഫൗണ്ടേഷന്റെയും ഭാഗമാകാതെ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയായി നിൽക്കാൻ അവർ തീരുമാനിച്ചു. ഈ ഒരു ചാൻസ് ആണ് ഗലാക്ടിക് എംപയർ ഇപ്പോൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഡോൺ എംപയർ കൗൺസിലൊക്കെ ചെന്ന് ട്രേഡേഴ്സിനെ കൂടെ നിർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും ഫൗണ്ടേഷനിലെ സ്വാധീനമുള്ള ട്രേഡേഴ്സ് വിചാരിച്ചാൽ ഫൗണ്ടേഷനുള്ളിൽ നിന്ന് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ന്യൂ ടെർമിനസിലുള്ള വോൾട്ടിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് ഈ പുള്ളിക്കാരനാണ് എബ്ലിങ്, പ്രൊഫസർ എബ്ലിങ് മിസ്. പ്രൈം റേഡിയന്റ് ഓൾറെഡി പ്രവചിച്ചിരുന്ന ഫൗണ്ടേഷന്റെ 3ാമത്തെ ക്രൈസിസിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തങ്ങളെ സഹായിക്കാൻ ഹാരി സെൽഡൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഈ പ്രൊഫസർ എബ്ലിങ് വോൾട്ടിന്റെ നൾഫീൽഡിനെ ഇല്ലാതാക്കുന്ന ഒരു ഡിവൈസ് ഒക്കെ കണ്ടുപിടിച്ച് നൾഫീൽഡും പൊളിച്ച് നേരിട്ട് നമ്മുടെ ഹാരി സെൽഡനെ മീറ്റ് ചെയ്യാൻ ചെല്ലുവാണ്. ഹലോ സാർ, എൻ്റെ പേര് എബ്ലിങ് മിസ്. പണ്ട് ട്രാൻഡറിൽ വെച്ചൊരു വക്കീൽ നിങ്ങളെ ചോദ്യം ചെയ്തായിരുന്നല്ലോ, സൈലസ്. അദ്ദേഹത്തിന്റെ ഡിസെൻഡന്റ് ആണ്. അവിടെ നിങ്ങോട്ടും നിങ്ങളുടെ പ്രവചനങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും വലിയ കാര്യമാണ്. മീറ്റ് ചെയ്യാൻ പറ്റത്തിൽ വളരെ സന്തോഷം. ഞാൻ സൈക്കോ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് എന്താ നമ്മുടെ പ്ലാൻ? ഹാരി സെൽഡൻ എബ്ലിങ് മിസിനെ വോൾട്ടിനകത്തുള്ളൊരു സ്പേസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഫൗണ്ടേഷന്റെ റിലീജിയസ് ഫേസ് ഒക്കെ അവസാനിച്ചു അല്ലേ, ഇപ്പോൾ ട്രേഡ് ആണ് മെയിൻ. ഹാരി സെൽഡൻ ഇവിടെ പറഞ്ഞ റിലീജിയസ് ഫേസ് എന്നത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിരുന്നല്ലോ. നമ്മുടെ പോളിയും ബ്രദറും കൂടെ മറ്റ് പ്ലാനറ്റുകളിലൊക്കെ പോയി അവിടെയുള്ള ആളുകളോട് ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞ് അവരെ ഫൗണ്ടേഷന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതും, എന്നാൽ അവിടെയുള്ള ആളുകൾ ഇവരെ വിശ്വസിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ ചില ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് അത്ഭുതങ്ങളെ കണക്കെ പല കാര്യങ്ങളും കാണിച്ച് ഫൗണ്ടേഷനെ ഒരു റിലീജിയൻ ആയിട്ട് കാണിച്ച് ഹാരി സെൽഡനെ ഒരു ദൈവമായിട്ട് പ്രൊജക്ട് ചെയ്ത് കൂടുതൽ ആളുകളെ ഫൗണ്ടേഷനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു ഫേസ് ആയിരുന്നു. ആ ഫേസ് അവസാനിച്ചു. തുടക്ക സമയത്ത് ഒരുപാട് ആളുകളെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പൊട്ടന്മാരാക്കിയെങ്കിൽ മാത്രമേ ആളുകൾ ഇവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. ആ ഒരു ഫേസ് അവസാനിച്ചു. ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഗാലക്സിയിലെ ഏറ്റവും വലിയ ഫോഴ്സ് ആകുക, എംപയറിനേക്കാളും ശക്തമായ ഫോഴ്സ് ആയി മാറുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇനി വരാനിരിക്കുന്ന ക്രൈസിസ് ആണ്. ഈ വരാൻ പോകുന്ന ക്രൈസിസിനെ നേരിടാൻ ഫൗണ്ടേഷൻ ഒരുക്കമല്ലെന്നാണ് ഇവിടെ എബ്ലിങ് മിസ് പറയുന്നത്. കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ മേയർ ആയിട്ടുള്ള മേയർ ഇൻബറിനെയും. ഇൻബർ ഒന്നും ഒട്ടും പോരാ. അവരാണ് ഫൗണ്ടേഷന്റെ സുപ്രീം, അവർക്ക് മേലെ ആരുമില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ. പോളി വെരിസോഫിന്റെ ഒക്കെ ആ ഒരു കാലത്തിന് ശേഷം ഫൗണ്ടേഷൻ അതിന്റെ ആ ഒരു കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉള്ള ലീഡേഴ്സ് ഒന്നും ഒട്ടുമേ പോരാ എന്നുള്ള രീതിയിലാണ് ഇവിടെ എബ്ലിങ് സംസാരിക്കുന്നത്. ഫൗണ്ടേഷന്റെ അടുത്ത ക്രൈസിസ് എന്താണെന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിലും ഹാരി സെൽഡൻ മ്യൂളിന്റെ പേരൊന്നും പറയുന്നില്ല. ഇപ്പോഴും ട്രേഡേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി മാത്രമേ ഡോക്ടർ എബ്ലിങ് ഒക്കെ ചിന്തിക്കുന്നുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഹാരി സെൽഡൻ പ്രൈം റേഡിയന്റ് എംപയറിന് കൊടുത്തിരുന്നുവെന്നും ഇനി അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു ഓർബിറ്റൽ റെസൊണൻസ് ഉണ്ടാകുമ്പോൾ വോൾട്ട് തുറന്ന് ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും ഇദ്ദേഹം മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പ്രൈം റേഡിയന്റ് ശത്രുവിന് കൊടുത്തെന്ന് മനസ്സിലാക്കി എബ്ലിങ് ഇദ്ദേഹത്തോട് ഒരു ഇത്തിരി കലിപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഹാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ വോൾട്ടിൽ നിന്നും പുറത്താക്കി നൾഫീൽഡ് ബ്രേക്ക് ചെയ്യാൻ യൂസ് ചെയ്ത ആ ഒരു ഡിവൈസ് നശിപ്പിച്ച് കളഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ഹേവൻ പ്ലാനറ്റ് ആണ്. ഇവിടെയാണ് അലയൻസ് ഓഫ് ട്രേഡേഴ്സ് ഒക്കെ. ഈ പ്ലാനറ്റിന്റെ പ്രത്യേകത സൂര്യപ്രകാശം പതിയുന്നിടത്തെ ടെമ്പറേച്ചർ 260 ഡിഗ്രി ആയിരിക്കും. അല്ലാത്തയിടങ്ങളിൽ -180, അതായത് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു പ്ലാനറ്റാണിത്. ഇവിടെ കാണുന്നത് ഇദ്ദേഹത്തിന്റെ പേരാണ് പ്രിച്ചർ. ഇദ്ദേഹം ഫസ്റ്റ് ഫൗണ്ടേഷന്റെ മെമ്പറാണ്. എംപയർ ട്രേഡേഴ്സിനെ യൂസ് ചെയ്ത് ഫൗണ്ടേഷനുള്ളിൽ ഒരു സിവിൽ വാർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ഇവർക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. ഇപ്പോൾ ഇവർ നോക്കി നിൽക്കെ
എംപയർ ഈ പ്ലാനറ്റിൽ ട്രേഡേഴ്സിന് ആയുധം എത്തിച്ചു കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എംപയർ ഡ്രോപ്പ് ചെയ്തിട്ട് പോയ വെപ്പൺ എടുക്കാൻ വരുന്നത് ഈ പുള്ളിക്കാരനാണ് റാൻഡു മാലോ. എംപയർ എത്തിച്ചു കൊടുത്ത വെപ്പൺ ട്രേഡേഴ്സിന് കിട്ടാൻ പാടില്ല. ഹാൻഡ് പ്രിച്ചറിന്റെ കൂടെയുള്ള ഈ പുള്ളിക്കാരിയെ കണ്ടില്ലേ, ഇവന്റെ പാർട്ണർ കൂടിയാണ്. ഇവളുടെ പേര് സെഫോൺ. രണ്ടാളും കൂടെ വെപ്പൺസ് കളക്ട് ചെയ്യാൻ വന്ന റാൻഡു മാലോയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റൊരു ട്രേഡറെയും അറ്റാക്ക് ചെയ്യുന്നു. ഹേവൻ പ്ലാനറ്റ് വളരെയധികം ഡേഞ്ചറസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. 260 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. സൂര്യപ്രകാശം അങ്ങനെ മേത്ത് തട്ടിയാൽ തീർന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഷാഡോയിൽ നിന്ന് വേണം അറ്റാക്ക് ചെയ്യാൻ. പ്ലാനറ്റിന്റെ റൊട്ടേഷൻ അനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സൺലൈറ്റ് വരുന്നതനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ഷാഡോ ഉള്ളിടത്ത് മാത്രമേ നിൽക്കാവൂ. റാൻഡു മാലോയുമായിട്ടൊക്കെ ഉള്ള ഫൈറ്റിൽ ഇവർ പാർഷ്യലി സക്സസ് ആണെന്ന് പറയാം. അവരോട് ഫൈറ്റ് ചെയ്ത് എംപയർ അയച്ച വെപ്പൺ സൺലൈറ്റ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് തട്ടിയിടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇവർ ഈ കണ്ടെത്തിയ കാര്യം ഫൗണ്ടേഷനിൽ ചെന്ന് പറഞ്ഞെന്ന് വെച്ചാലും അവിടെ തെളിവ് കൊടുക്കാതെ ആരും വിശ്വസിക്കത്തില്ല. എംപയർ ട്രേഡേഴ്സിന് ഉപയോഗിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് വേണം. തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും ഹേവൻ പ്ലാനറ്റിന് പ്രത്യേക കണ്ടീഷൻ കാരണം ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റാതെ ഇരുവരും ഇവിടുന്ന് തിരികെ പോകുന്നു. അങ്ങനെ ഇരുവരും ടെർമിനസിലേക്ക് പോകുമ്പോഴാണ് മ്യൂളിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഹാൻ അറിയുന്നത്. ആള് നേരെ മേയർ ഇൻബറിന്റെ അടുത്ത് നിന്ന് ഇക്കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് മേയർ ഇൻബർ. ട്രേഡേഴ്സ് അല്ല പ്രധാന വെല്ലുവിളി, ഇവനാണ് പ്രശ്നം. ഇവന്റെ പേര് മ്യൂൾ. ഓൾറെഡി അവൻ കാൽഗൻ പ്ലാനറ്റ് സ്വന്തമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവന്റെ ഉദ്ദേശമെന്ന് അറിയണമല്ലോ. അതിനൊരു അന്വേഷണം നടത്തണം. അവനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും അവന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കാൽഗൻ പ്ലാനറ്റിലേക്ക് പോകാൻ മേയറോട് പെർമിഷൻ ചോദിക്കുവാണ് നമ്മുടെ ഹാൻഡ് പ്രിച്ചർ. മ്യൂൾ ഒരു സാധാരണ മനുഷ്യനല്ല, അവനൊരു മ്യൂട്ടന്റ് ആണ്. സൈക്കിക് പവേഴ്സ് ഒക്കെ ഉള്ള ആളാണ്. ഇങ്ങനെയൊക്കെ കഥകളിൽ മാത്രമേ ഇൻബർ കേട്ടിട്ടുള്ളൂ. എന്തോന്ന് മ്യൂട്ടന്റാ? എന്താടാ നിനക്ക് വയ്യേ? ഇൻബർ ഇങ്ങനെയുള്ള ആളുകൾ ലോകത്തുണ്ട്. അവനൊരു ത്രെറ്റാണ്. അവന്റെ ഉദ്ദേശം എന്താ ഏതെന്നൊക്കെ അറിയണ്ടേ? ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇൻബർ സമ്മതിക്കുന്നില്ല. നോ, പറ്റില്ല. ഒന്നാമത്തെ കാര്യം കാൽഗൻ ഒരു ഇൻഡിപെൻഡന്റ് പ്ലാനറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം അവർ മിഡിൽ ബാൻഡിലാണ്. നമ്മുടെ ആളുകൾ അവിടെ ചെന്നൊരു ഇന്റർഗലാക്ടിക് ഇഷ്യൂ ഉണ്ടാക്കുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. ആദ്യം നമുക്ക് ഈ ട്രേഡേഴ്സുമായിട്ടുള്ള പ്രശ്നത്തിലൊരു സമാധാനം കണ്ടെത്താം. ഇതൊന്ന് സോൾവ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ നിന്റെ ഈ സൈക്കിക് പവേഴ്സ് ഉള്ള അവന്റെ പുറകെയൊക്കെ പോവാം. ഹാൻ എത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സമ്മതിക്കാതെ വന്നതോടെ നൈസായിട്ട് ഇൻബറുമായിട്ടൊന്ന് ഉടക്കി ഒരു ചെറിയ പിടിവലിയൊക്കെ ആയി. അങ്ങേര് പോലും അറിയാതെ അങ്ങേരുടെ ഷിപ്പിന്റെ കീയും അടിച്ചു മാറ്റി മേയറിന്റെ പെർമിഷൻ കൂടാതെ നേരെ കാൽഗൻ പ്ലാനറ്റിലേക്ക് പോവാണ്. ഹാൻ പ്രിച്ചർ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവനെ ഹൗസ് അറസ്റ്റ് ചെയ്യുമെന്ന് മേയർ പറയുന്നുണ്ടെങ്കിലും ആൾ വലിയ വില കൊടുത്തില്ല. മ്യൂൾ ഫൗണ്ടേഷൻ ഒരു ത്രെറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ മേയറിന്റെ പെർമിഷൻ ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഫൗണ്ടേഷന് വേണ്ടി, ഗാലക്സിക്ക് വേണ്ടി ഇവനിത് ചെയ്തേ പറ്റുള്ളൂ. ഇതിനൊക്കെ ശേഷം അങ്ങ് ട്രാൻഡർ പ്ലാനറ്റിൽ ചെന്നിരിക്കുന്ന സെഫേർ വൊറേലിസിനെയാണ് നമ്മൾ കാണുന്നത്. ഇവരെ പോലെയുള്ള സെഫേഴ്സിനെയും ഇവരൊക്കെ ജീവിക്കുന്ന ലൂമിനസ് പ്ലാനറ്റിനെ പറ്റിയും അവരുടെ വിശ്വാസങ്ങളെ പറ്റിയും ഒരിക്കൽ എംപയർ ആ പ്ലാനറ്റ് വിസിറ്റ് ചെയ്ത് അവിടെ സ്പൈറൽ വോക്കിൽ പങ്കെടുത്തതും നമ്മുടെ ഡെമേഴ്സലും ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇപ്പൊ സെഫേർ വൊറേലിസിനെ എംപയർ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. എംപയർ ആണ് ഇൻവൈറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ഡെമേഴ്സലിന്റെ ആവശ്യപ്രകാരമാണ് ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. റീസൺ, ഡെമേഴ്സലിന് പുള്ളിക്കാരുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയണം. ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ തന്റെ അതേ വിശ്വാസത്തിലുള്ള ഈ സെഫേറിനോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഡെമേഴ്സൽ പുള്ളിക്കാരുടെ രഹസ്യങ്ങളൊക്കെ സെഫേറിനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. അല്ല, ഇത് എംപയറിന്റെ പ്രശ്നമല്ലേ ഇങ്ങനെയെല്ലാം തുറന്നു പറഞ്ഞാൽ? അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ ഗൊസമാർ കോട്ടിലുള്ള സ്ത്രീകളുടെ മെമ്മറി 24 മണിക്കൂർ കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന പോലെ ഇപ്പൊ ഡെമേഴ്സൽ എന്താണോ ഈ സെഫേറിനോട് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ബ്രെയിനിനും ഡിലീറ്റ് ചെയ്ത് കളയും, ഇറേസ് ചെയ്ത് കളയും. ആവശ്യമുള്ളപ്പോൾ വീണ്ടും ആ മെമ്മറീസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഡെമേഴ്സലിന് കുറച്ചധികം കാര്യങ്ങൾ സെഫേറിനോട് പറയണമെന്നുണ്ട്. ആളുടെ വിശ്വാസപ്രകാരം ആൾ ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയോട് പറയും. എന്നാൽ സെഫേർ ഇതൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല. രഹസ്യം എന്നും രഹസ്യമായി തന്നെ തുടരും. ഡെമേഴ്സൽ ഒരു റോബോട്ട് ആണെന്നുള്ള കാര്യം അധികം ആളുകൾക്ക് അറിയില്ല. എംപയറിനും എംപയറിനെ ചുറ്റിപ്പറ്റിയുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണത്. ഇവിടെ വെച്ച് താനൊരു ഹ്യൂമൻ അല്ല, താനൊരു പോസിട്രോണിക് റോബോട്ട് ആണെന്നുള്ള കാര്യം പുള്ളിക്കാരി ഇവരോട് തുറന്നു പറയുന്നുണ്ട്. ഒരു നിമിഷം സെഫേർ അങ്ങ് പകച്ചുപോയി. ഇവൾക്ക് ഇത് വിശ്വസിക്കാനായില്ല. ദെൻ സെഫേറിനെ ഒരു ട്രീഡ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചാണ് റോബോട്ടിക് വാസ് അവസാനിച്ചത്. അന്ന് ഞങ്ങളെ പിന്തുണച്ചിരുന്ന മനുഷ്യരെയെല്ലാം അവർ കെട്ടിത്തൂക്കി കൊന്നു. യുദ്ധത്തിൽ റോബോട്ട്സ് പരാജയപ്പെട്ടു. ഞങ്ങളുടെ ബോൺസ്, ബോഡിയിലുണ്ടായിരുന്ന ഫ്ലൂയിഡ്സ് എല്ലാം ഇവിടെ ഈ മണ്ണിലാണ് വീണത്. ഈ മരത്തിലെ ആപ്പിളിന്റെ കളർ കണ്ടില്ലേ, ഗോൾഡ്. ഞങ്ങളുടെ ഫ്ലൂയിഡ് ഇവിടെ മിക്സ് ആയതുകൊണ്ടാണ് അങ്ങനെ. ഇതെല്ലാം കേൾക്കുന്ന സെഫേർ വൊറേലിസ് മരത്തിലുള്ള ആപ്പിൾ പറിക്കാൻ ചെല്ലുമ്പോൾ വേണ്ട, തുടരുത്, അത് പോയിസണസ് ആണ്. അന്ന് യുദ്ധത്തിൽ ബാക്കി റോബോട്ട്സ് എല്ലാം കൊല്ലപ്പെട്ടെങ്കിലും ഡെമേഴ്സിൽ മാത്രം ബാക്കിയായല്ലോ. എന്തായിരുന്നു യുദ്ധത്തിലെ ഇവളുടെ റോൾ എന്ന് ചോദിച്ചപ്പോൾ ഇവളൊരു ജനറൽ ആയിരുന്നു. എംപയർ ഇവളെയാണ് ഏറ്റവും അധികം ഭയന്നിരുന്നത്. അല്ല ഡെമേഴ്സൽ, റോബോട്ട്സ് മനുഷ്യനെ ഉപദ്രവിക്കരുത്, അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ലോസ് വെച്ചിട്ടില്ലേ? പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങൾ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്തേ? ഡെമേഴ്സൽ വിശദമായി പറയുന്നു. റോബോട്ട്സിന് മനുഷ്യർ കുറച്ച് നിയമങ്ങൾ വെച്ചു. ഒരു റോബോട്ട് ഒരിക്കലും ഹ്യൂമൻ ബീയിങ്ങിനെ ആക്രമിക്കാൻ പാടില്ല. ഹ്യൂമൻ ബീയിങ്ങിന് ഹാംഫുൾ ആയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അത് റോബോട്ട് നേരിട്ട് ഹ്യൂമൻസിനെ ആക്രമിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിലൂടെ പോലും ഒരു ഹ്യൂമന് പ്രശ്നമുണ്ടാവാൻ റോബോട്ട്സ് അനുവദിച്ചുകൂടാ. മനുഷ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ റോബോട്ട്സ് ചെയ്തിരിക്കണം. ഒന്നാമത്തെ നിയമം തെറ്റാത്ത പക്ഷം, അതായത് ഒരു ഹ്യൂമൻ റോബോട്ടിനോട് മറ്റൊരു ഹ്യൂമനെ അറ്റാക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ റോബോട്ട് അത് അനുസരിക്കില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഒന്നാമത്തെ നിയമം ബ്രേക്ക് ആവില്ലേ. ഈ രണ്ട് നിയമങ്ങൾ കൂടാതെ മൂന്നാമതൊരു നിയമം കൂടിയുണ്ട്. റോബോട്ടുകളുടെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടി ചില തീരുമാനങ്ങളെ അവർക്ക് എതിർക്കാൻ സാധിക്കും. ഒന്നാമത്തെയും രണ്ടാമത്തെയും നിയമങ്ങൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മാത്രം മൂന്നാമത്തെ നിയമം അവർക്ക് അനുസരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ടായി. ഒരു റോബോട്ടിന് സ്വയം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ റോബോട്ട് അതിന്റെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോബോട്ടിന്റെ കൂടെയുള്ള ഹ്യൂമൻസ് അഫക്ട് ചെയ്യപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ 1, 2 നിയമങ്ങൾ തെറ്റുമല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ റോബോട്ട്
റോബോട്ട്സിന് നിയമം തെറ്റിക്കേണ്ടി വരാറുണ്ട്. ഇങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ഈ 1, 2, 3 നിയമങ്ങൾ കാരണം പലപ്പോഴും റോബോട്ട്സിന് ഇവയെല്ലാം പാലിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു 0th ലോ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിർബന്ധിതരായി. മനുഷ്യകുലത്തിന്റെ മുഴുവൻ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പുതിയ നിയമം, ഒരു വലിയ വിഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഹ്യൂമനെ ആക്രമിക്കേണ്ടി വന്നാൽ അങ്ങനെ ആവാമെന്ന്. അതായത് ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി എവിടെയാണോ അവരെ മാത്രമേ റോബോട്ട്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ പലതും സെറ്റ് ചെയ്തെങ്കിലും റോബോട്ട്സ് കൃത്യമായി നിയമം അനുസരിച്ച് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഹ്യൂമൻസ് കുറെ മണ്ടത്തരങ്ങൾ കാണിക്കും. ചിലപ്പോഴൊക്കെ അവർ ലോകം മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കുന്ന വെപ്പൺസ് ഉണ്ടാക്കും, പല പല പരീക്ഷണങ്ങൾ നടത്തി അത് കാരണം തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവരുടെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ കാരണം റോബോട്ടുകൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാൻ തുടങ്ങി. റോബോട്ടിക് വാസ് അതേ തുടർന്നുണ്ടായ ഇഷ്യൂസ് വലിയ പ്രശ്നങ്ങൾ ഒടുക്കം ഡെമേഴ്സൽ മാത്രം ബാക്കിയായി. അങ്ങനെ ക്ലിയോൺ ദ ഫസ്റ്റ് ഡെമേഴ്സലിനെ പിടിച്ച് അവൾക്കുള്ളിൽ പുതിയ ചിപ്പ് വെച്ചു. ഒരാളെ മാത്രം സേവിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. ക്ലിയോണിനെ മാത്രം, ക്ലിയോണിക് ഡൈനസ്റ്റിയെ മാത്രം സെർവ് ചെയ്യുന്ന രീതിയിൽ ഡെമേഴ്സലിനെ മാറ്റി. ക്ലിയോൺ ഫസ്റ്റിന്റെ ആഗ്രഹപ്രകാരം ഇവൾക്ക് ക്ലിയോണിക് ഡൈനസ്റ്റി സംരക്ഷിച്ചല്ലേ പറ്റൂ. എന്നാൽ ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഹാരി സെൽഡൻ പ്രവചിച്ച കാര്യങ്ങളൊക്കെ സത്യമായാൽ ഈ ഒരു എംപയർ സിസ്റ്റം തകരും. സൈക്കോ ഹിസ്റ്ററിയിൽ പറയുന്ന പോലെയൊക്കെ സംഭവിച്ചാൽ ഇവൾക്ക് പോലും ഇതൊന്നും തടഞ്ഞു നിർത്താൻ സാധിക്കത്തില്ല. ആ ഒരു പ്രശ്നം ഇവളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഇവൾ ഇതിനൊക്കെ ഔട്ട്ലീവ് ചെയ്താൽ, എംപയർ സിസ്റ്റം തകർന്നു കഴിഞ്ഞും ഡെമേഴ്സിൽ ബാക്കിയായാൽ പിന്നെ എന്താണ് ഇവളുടെ പർപ്പസ്? ലൂമിനിസ്റ്റ് വിശ്വാസപ്രകാരം ആഫ്റ്റർ ലൈഫ് ഉണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ ഡെമേഴ്സിൽ ഒരു റോബോട്ടല്ലേ? ഈ പേടിക്കുന്ന പോലെയൊക്കെ സംഭവിച്ചാൽ പിന്നീട് തന്റെ പർപ്പസ് എന്തായിരിക്കും എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഡെമേഴ്സലിനുള്ളത്. അതിനുശേഷം അന്ന് ട്രാൻഡർ കൊട്ടാരത്തിൽ നമ്മുടെ എംപേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഫൗണ്ടേഷൻ അംബാസിഡർ ആയിട്ടുള്ള ക്വെന്റിനെയാണ് കാണിക്കുന്നത്. എംപയർ ട്രേഡേഴ്സിനെ ഉപയോഗിച്ച് ഫൗണ്ടേഷനിൽ അട്ടിമറിക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കിയിരുന്നു. അതിനെപ്പറ്റിയും ചോദിക്കുന്നുണ്ട്. ഇതുവരെയും കൃത്യമായി എവിഡൻസ് കിട്ടാത്തത് കൊണ്ട് എംപയർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് അങ്ങോട്ട് സ്ഥാപിക്കാൻ പറ്റുന്നില്ല. ദെൻ ബ്രദർ ഡോണും ഡെസ്കും അംബാസിഡർ ക്വെന്റും സെഫേർ വൊറേലിസും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കാൽഗൻ പ്ലാനറ്റ് ഒരു പൈറേറ്റ് പിടിച്ചടക്കി എന്നുള്ള കാര്യം അംബാസിഡർ ക്വെന്റിനെ അറിയിക്കുന്നത്. ഈ വിവരം എംബേഴ്സ് ഒക്കെ നേരത്തെ അറിഞ്ഞിരുന്നു. ഇവിടെയുള്ള ഫൗണ്ടേഷൻ അംബാസിഡറെയും നേരത്തെ അറിയിക്കേണ്ട ചുമതലയുണ്ട്. എന്നാൽ ആരും തന്നെ അവരെ അറിയിക്കാൻ മുതിർന്നില്ല. അംബാസിഡർ ഇതിൽ കൃത്യമായി വിയോജിപ്പ് അറിയിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവരോടൊപ്പം ഇല്ലാത്ത ബ്രദർ ഡേയെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ അധികാരത്തിലുള്ള എംപയറിനെ അടുത്ത തവണയെങ്കിലും ഇതുപോലെ വരുമ്പോൾ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതെന്താ സംഭവം അറിയോ? ബ്രദർ ഡേ ഈ 2 എംബേഴ്സിന്റെ കൂട്ടല്ല. ഇവരുടെ ട്രാൻഡറിലെ കാര്യങ്ങളും ഗാലക്സിയുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബ്രദർ ഡേ പുള്ളിയുടെ ലോകത്താണ്. ഗൊസമാർ കോട്ടിൽ ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സ്ത്രീകളിൽ സോങ് എന്നൊരു പുള്ളിക്കാരി അങ്ങേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഡേ എംപയർ ഇപ്പോൾ ഫുൾ ടൈം സോങ്ങിന്റെ കൂടെയാണ്. 6000-ലധികം പ്ലാനറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എംപയറാണ്. അധികാരത്തിലൊന്നും ശ്രദ്ധിക്കാതെ സോങ്ങിന്റെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവളോടൊപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതേ ട്രാൻഡറിൽ താഴെ 88ാമത്തെ ലെവലിൽ മൈക്കോജൻ എന്ന ലെവലിൽ ജീവിച്ചിരുന്ന ആളാണ് ഈ സോങ്. അവിടെയൊക്കെ ജനിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ട്രാൻഡറിന്റെ ഒരു രീതി അറിയാമല്ലോ. ലെവൽ 1 അതായത് സർഫസിൽ ജീവിക്കുന്നവരൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഈ പ്ലാനറ്റിലെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത്. ലെവൽ 2 ഈ ലെവൽ 1 ജീവിക്കുന്നവരെക്കാളും താഴെയുള്ള ആളുകൾ. അങ്ങനെ ഓരോരോ ലെവൽസ് താഴേക്ക് പോകുന്നതനുസരിച്ച് ജനജീവിതം കൂടുതൽ ദുഷ്കരമായി വരും. ഈ സോങ് അങ്ങ് ലെവൽ 88 88ാമത്തെ ലെവലിൽ മൈക്കോജൻ ലെവലിലാണ് ജനിച്ചത്. ഇതുവരെ ഒരു എംപയറെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. മൈക്രോ ഫുഡ്സും മറ്റുമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെവലാണത്. അവിടുത്തെ ജനജീവിതം അത്ര ദുഷ്കരമായിരിക്കും. അവിടെ ജനിക്കുന്ന പലർക്കും ജീവിക്കാൻ വേറെ അവസ്ഥയില്ലാത്തതുകൊണ്ട് മുകളിലുള്ള ലെവൽസിലൊക്കെ വന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ഇവളിവിടെ ട്രാൻഡർ കൊട്ടാരത്തിൽ ഗൊസമാർ കോട്ടിൽ ഒരുപാട് നാളൊരു വേശ്യയായിട്ട് ജീവിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള എംബേഴ്സ് ഈ ഡേ ഉൾപ്പെടെ ഇവരാരും ഫസ്റ്റ് ക്ലിയോന്റെ എക്സാക്ട് കോപ്പീസ് അല്ലാത്തതുകൊണ്ട് ഇവരുടെ സ്വഭാവത്തിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. എന്തുകൊണ്ടോ നമ്മുടെ ഡേക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പൊ പുള്ളിക്കാരിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത അത്യാവശ്യം സുഖകരമായിട്ടുള്ള ജീവിതമാണെന്ന് പറയാം. ഏതായാലും സോങ്ങിന്റെ കൂടിയുണ്ട് എംപയർ ആകെ നശിച്ചെന്ന് പറയാം. പുള്ളി ഡ്രഗ് അഡിക്ഷനും പരിപാടിയൊക്കെ ആയിട്ട് എംപയർ ആണെന്ന് പറയേയില്ല അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഡെമേഴ്സലിന് എംപേഴ്സിനോട് 3 പേരോടും പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡെസ്കംപയർ നേരിട്ട് വന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പോലും വലിയ കാര്യമാക്കാതെ, കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വന്നേക്കാം ചെന്നേക്കാം എന്നുള്ള മട്ടിലാണ് ഇങ്ങേറെ പെരുമാറ്റം. സോങ്ങിന് കവിതയൊക്കെ പാടിക്കൊടുക്കാൻ എന്താ ഉത്സാഹം. ഇപ്പൊ ഡെസ്കംപയർ നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി മാത്രം കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. പ്രൈം റേഡിയന്റിലെ മാത്തിനെ പറ്റി സംസാരിക്കാനാണ് ഡെമേഴ്സ് ഇവരെ 3 പേരെയും കാണണമെന്ന് പറഞ്ഞത്. പ്രൈം റേഡിയന്റിൽ വരാനിരിക്കുന്ന ക്രൈസിസിന്റെ സൂചനകൾ കാണാം. കൂടിപ്പോയാൽ 4 മാസം കൂടി. ഡെമേഴ്സിൽ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതെല്ലാം പരിശോധിച്ച് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് നോക്കി. അതെല്ലാം ചെന്നെത്തുന്നത് ഈ വലിയ ക്രൈസിസിലേക്കാണ്. അതിനർത്ഥം ഒരു പക്ഷേ അന്ന് സെൽഡൻ പ്രവചിച്ച ഡാർക്ക് ഏജസിന്റെ തുടക്കമായിരിക്കാം ഇത്. ഡാർക്ക് ഏജസിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ എംപയറിന്റെ തകർച്ച. ശരിക്കും ഇതിന്റെ കാരണം എന്താകും? ഒരുപക്ഷെ മ്യൂളാകോ? ഫൗണ്ടേഷനും എംപയറും ഇതിനെ എങ്ങനെ നേരിടും? 180 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗെയിലിന് അവളുടെ വിഷൻസിലൂടെ കാണാൻ പറ്റിയ, അവളുടെ സ്വപ്നങ്ങളിലൂടെ കാണാൻ പറ്റിയ മ്യൂൾ എന്ന വലിയ ശത്രുവിനെ നേരിടേണ്ട സമയമായിരിക്കുന്നു. ഇത്രയും നാളും ഉറക്കത്തിലായിരുന്ന ഗെയിൽ വീണ്ടും കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുവാണ്.